മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. ഉള്ളത് പൂങ്കുന്നത്തുള്ള ഗ്രാൻഡ് ബജാജിലാണ് കേട്ടോ. എന്താണല്ലേ, ലോകത്തിലെ തന്നെ ആദ്യത്തെ CNG ബൈക്ക് ആയിട്ടുള്ള നമ്മുടെ ഫ്രീഡം 125cc ഈ ഒരു ബൈക്കിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയില്. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകല്ലേ, വാ. മച്ചവരൊക്കെ നമ്മുടെ ബജാജിന്റെ ഫ്രീഡം 125 CNG ബൈക്കിന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം അമൽ മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. അമൽ മച്ചാനോട് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാട്ടോ. അമൽ മച്ചാനെ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഓക്കെ, അങ്ങനെ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക്, അതും ബജാജിന്റെ ബേസിൽ തന്നെ ഇറങ്ങിയില്ലേ? അതെ. എന്തൊക്കെയാണ് അമൽ മച്ചാനെ നമ്മുടെ ഫ്രീഡം 125 CNG ബൈക്കിന്റെ സവിശേഷതകൾ? തീർച്ചയായിട്ടും ബ്രോ, ഇതാണ് നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് CNG ബൈക്ക്. നമ്മുടെ ബജാജ് ആണ് ഈ ഒരു ബൈക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അതായത് CNG ടെക്നോളജിയിൽ ഫസ്റ്റ്, അതായത് വേൾഡിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബജാജ് ആണ്. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണാൻ പറ്റിയത് ഹെഡ്ലൈറ്റ് ആണ്. അപ്പൊ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു LED ഹെഡ്ലൈറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ മുകളിലായിട്ട് നമ്മൾ രണ്ട് സൈഡിലായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സും കാണാൻ പറ്റും. അത് നമുക്കൊരു ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കാണാൻ പറ്റും. ടെലസ്കോപ്പിക് സസ്പെൻഷൻ നമുക്ക് നല്ലൊരു കവറിങ്ങോട് കൂടിയിട്ടാണ്, ഒരു ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവറിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തേക്കുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് വരുന്നത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ്. ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഡിസ്ക് ബ്രേക്ക് ആണ് ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് അലോയ് വീൽസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തേക്കുന്നത്. അബുബ്രോ, ഈ വാഹനത്തിന് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് ഒരു 90 സെക്ഷന്റെ ടയർ സൈസും ബാക്കിൽ നമുക്കൊരു 120 സെക്ഷന്റെ ടയർ സൈസും ആണ് ഈ വാഹനത്തിന് കൊടുത്തേക്കുന്നത്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീഡത്തിന്റെ ഒരു എംബ്ലം കാണാൻ പറ്റും. അതിന് സൈഡിലായിട്ട് നമുക്ക് ടാങ്കിനോട് ചേർന്നിട്ട് നമുക്ക് സ്റ്റിക്കർ വർക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബ്രോ, സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഇതിന്റെ സീറ്റ് തന്നെയാണ് കേട്ടോ. സീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നത്. അപ്പൊ ബ്രോ, ഇതിന്റെ ചേസ് കണ്ട, നമുക്ക് ഇത് പറയണത് നമുക്കൊരു ട്രില്ലീസ് ഫ്രെയിം എന്നാണ് ഈ ഒരു വാഹനത്തിന്റെ ചേസിന് നമുക്ക് പറയണത്. നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള നമുക്ക് CNG ടാങ്കിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ചേസ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ബാക്കിലേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണാൻ വരുന്നത് ഇതിന്റെ ഗ്രാബ് റെയിലാണ്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇതിന് വരുന്നത് ഒരു LED ടൈൽ ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. പിന്നെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. അതിന് താഴെയായിട്ടാണ് ഇതിന്റെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ടയർ ഹാഗർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെളി തെറിക്കാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ടയർ ഹാഗറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രോ, നമുക്ക് സീറ്റിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാട്ടാ. ഇതിന്റെ സീറ്റിന്റെ ഉള്ളിലാണ് ഇതിന്റെ CNG ടാങ്ക് ഇരിക്കുന്നത് കേട്ടാ. ഓക്കെ, CNG ടാങ്ക്. അതെ അതെ, നമുക്കൊരു 2 കിലോ CNG കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. നമുക്ക് വണ്ടി ആക്സിഡന്റ് കാര്യങ്ങൾ ചെയ്താൽ CNG ഗ്യാസ് ആയതുകൊണ്ട് തന്നെ പ്രോബ്ലങ്ങൾ കാര്യങ്ങൾ വരാൻ ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്കൊരു 11 ക്രാഷ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വാഹനം നമുക്ക് നിരത്തിലേക്ക് ഇറങ്ങുന്നത്. 11ഓളം സേഫ്റ്റി സംഭവം. അതെ, ക്രാഷ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വണ്ടി.
പെട്രോൾ വരുമ്പോഴോ? പെട്രോൾ വരുമ്പോൾ നമുക്കൊരു 2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു പെട്രോൾ ടാങ്ക് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 2 ഫ്യൂൽ ടാങ്ക് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഇതിന്റെ CNG ടാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അതിന് സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ പെട്രോൾ ടാങ്കും കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഇതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്രോളും ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് CNG 2 കിലോ, പെട്രോള് 2 ലിറ്റർ അങ്ങനെയല്ലേ വരാം? അതെ, CNGയും അതുപോലെ പെട്രോളും നമുക്ക് ഈ വാഹനത്തിന് ഒരു ഹൈബ്രിഡ് വാഹനമാണ്. ഓക്കെ, അപ്പൊ CNGയില് ഈ 2 കിലോയില് എങ്ങനെയാണ് മൈലേജ് പറയണേ? ഒരു 330 കിലോമീറ്റർ ആണ് ഇത് ഫുൾ ടാങ്കിന് നമുക്ക് മൈലേജ് വരുന്നത്. അത് CNG ഫുൾ ടാങ്ക് അതുപോലെ തന്നെ പെട്രോൾ ഫുൾ ടാങ്ക്, ആ ഒരു മൈലേജ് റേഞ്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ പെട്രോളിൽ എത്രയാണ് മൈലേജ് പറയണേ? പെട്രോളിൽ നമുക്കൊരു 65-70 ഇടയ്ക്ക് മൈലേജും അതുപോലെ തന്നെ CNGക്ക് നമുക്കൊരു 102 നമുക്ക് മൈലേജ് റേഞ്ച് പറയണം. അപ്പൊ ബ്രോ നമുക്കപ്പോ ഡിസ്പ്ലേക്ക് പോവാം. ഇത് നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഫുള്ളി LED ഡിസ്പ്ലേ ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ CNGയുടെ നമുക്ക് ലെവലിലും അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് വാർണിംഗ് ലാംപ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് നമുക്ക് സൈഡിൽ തന്നെയായിട്ടാണ് നമുക്ക് ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഇത് അറ്റ് എ ടൈം നമുക്ക് CNGയിലും അതുപോലെ തന്നെ പെട്രോളിലേക്ക് നമുക്ക് റണ്ണിങ് ടൈമിൽ തന്നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഫോൺ ഇത് കോൾ മാനേജ്മെന്റ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. അപ്പൊ നമുക്ക് ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോള് എടുക്കാനും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ സാധാ വണ്ടിയിൽ വരുന്നോണം ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബജാജ് ഫ്രീഡം 125cc ഈ ഒരു വാഹനത്തില് എത്ര വേരിയൻസ് ആണ് നമുക്ക് വരുന്നത്? നമുക്ക് 3 വേരിയൻസ് നമുക്ക് ഇതിന് അവൈലബിൾ ആണ്. അമൽ മച്ചാനെ, നമ്മൾ വാഹനം വരുമ്പോ എത്ര കളേഴ്സ് ആണ് വരുന്നത്? നമുക്ക് ഈ വാഹനം ഒരു 4 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ബ്ലൂ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ് വരുന്നുണ്ട്. ബജാജ് ഫ്രീഡം 125 CNG ഈ വാഹനം എങ്ങനെയാണ് റേറ്റ് പറയുന്നത്? നമുക്ക് ബേസ് മോഡൽ നമുക്ക് 95,000 മുതൽ നമുക്കൊരു 1,10,000 വരെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ബജാജ് ഫ്രീഡം 125 CNGയുടെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുവരുന്ന വ്യൂവേഴ്സിന്, കസ്റ്റമേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോ? തീർച്ചയായിട്ടും ബ്രോ, നമുക്കൊരു 100 കസ്റ്റമേഴ്സിന് നമുക്ക് ഇതിന് ഗിഫ്റ്റ് വൗച്ചർ ബജാജ് നമുക്ക് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വെച്ചവരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തൃശ്ശൂരുള്ള ഗ്രാൻഡ് ബജാജിൽ എത്തിക്കോളൂ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് ബജാജ് ഫ്രീഡം 125 CNGയുടെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ അമൽ മച്ചാന് താങ്ക് യു ടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ മച്ചമാരെ. അപ്പൊ ഇന്നത്തെ വിശേഷം ബജാജ് ഫ്രീഡം 125 CNG ബൈക്കിന്റെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടിപ്പൊട്ടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.